ഞാനേ മനോഹരമായൊരു നാട്ടുവഴിയിലുണ്ട്. അതായത് ഗ്രാമാന്തരീക്ഷ റോഡ് കണ്ട, വല്ലപ്പോഴും വണ്ടി പോകുന്ന ഒരു റോഡാണിത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നപ്പോൾ 2 അമ്മമാർ നടക്കാറിറങ്ങി. ഇപ്പോൾ ഒരു 5:30-6 മണി അടുത്തായി. ഇപ്പോൾ ഇന്ന് അവരെ കാണാൻ വേണ്ടി വന്നതാണ്, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. വേറൊന്നുമല്ല, ഇന്ന് നിങ്ങൾ ന്യൂസ് ശ്രദ്ധിച്ചവർ കണ്ടു കാണും. 2 അമ്മമാർ രാവിലെ നടക്കാറിറങ്ങിയതാണ്. വണ്ടി തട്ടി ഒരമ്മക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ഫ്രണ്ട് പേജിൽ രാവിലെ നടക്കാറിറങ്ങിയിട്ട് വണ്ടി തട്ടി മരണപ്പെട്ടവരുടെ കണക്ക് ഒരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, നടക്കാരൻ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു നോട്ടീസ് പോലെ ഇറക്കിയിട്ട് കുറേ പേർക്ക് ഞാൻ അന്ന് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോണിൽ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇന്ന് ഈ വിഷയമാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. നടക്കാൻ ഇറങ്ങുന്നവർ ഹൈവേ, അതായത് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേക്ക്, അതായത് തിരക്ക് കൂടിയ റോട്ടിലൂടെയൊക്കെ നടക്കാറിറങ്ങും. അവർ ശ്രദ്ധിക്കുക, മാക്സിമം ഒഴിവാക്കുക ആ നടത്തം. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെയൊക്കെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതായത് നമ്മൾ റിഫ്ലക്ടർ, അതായത് റെഡ്, വൈറ്റ് അങ്ങനെയുള്ള ഡ്രസ്സുകൾ വാഹനം ഓടിക്കുന്നവർക്ക് പെട്ടെന്ന് കാണാവുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുക. കാരണം കൂരാക്കൂരി ഇരുട്ടായിരിക്കും, വാഹനമൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും രാവിലെയൊക്കെ വരുന്നത്. പിന്നെ ഹെഡ്ഫോൺ ഉപയോഗിക്കാതിരിക്കുക. വലത്ത് വശത്തും കൂടി ചേർന്ന് നടക്കുക, അതായത് വാഹനത്തിൻ്റെ അഭിമുഖമായിട്ട് നടക്കുക. അപ്പോൾ പെട്ടെന്ന് കാണാനും, അഥവാ വാഹനം പെട്ടെന്ന് നമ്മുടെ നേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെന്താ പറയുക, വളവുകളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ രാവിലെ യാത്ര ചെയ്യുമ്പോൾ ഈ നടക്കാൻ ഇറങ്ങുന്നവരോട് ശ്രദ്ധിക്കാവുന്ന, അത് നടക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. അപകടം പിടിച്ച രീതിയിലാണ് നടക്കുന്നത്. ചിലർ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും, കൂരാക്കൂരി ഇരുട്ടിൽ നടക്കുന്നുണ്ടാവും. അവരൊക്കെ ഈ കൂരാക്കൂരി ഇരുട്ടിൽ നടക്കുന്നവരൊക്കെ ചെറിയൊരു വെളിച്ചമൊക്കെ കൊണ്ട് നടന്നാൽ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് വാഹനം മാത്രമല്ല, ഈ പറഞ്ഞ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കാണാൻ കഴിയും. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങളൊക്കെ കുറേ ശ്രദ്ധിച്ചാൽ ഇതേപോലത്തെ അപകടത്തിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാം. ഇത് വല്ലപ്പോഴും ഒരു വാഹനം കടന്നു പോകുന്ന ഒരു മനോഹരമായ റോഡാണ്. ഇവിടെ അവർ നടക്കുന്നത് സുരക്ഷിതമായിട്ട് നടക്കുന്നത്, വലിയ അപകട സാഹചര്യമില്ല. അപ്പോൾ ഇതേപോലത്തെ റോഡൊക്കെ ആണെങ്കിൽ ഭാഗ്യമാണ്. കാരണം അത്യാവശ്യം നല്ല അന്തരീക്ഷമാണ്, നടക്കുന്നവർക്ക് നല്ലൊരു ആരോഗ്യം കിട്ടും. അപ്പോൾ ആരോഗ്യമാണ് മുഖ്യം, പക്ഷേ അപകടത്തിൽപ്പെടാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. മാക്സിമം നാഷണൽ ഹൈവേ ഒക്കെ നമ്മൾ എന്താ പറയുക, സർവീസ് റോഡാണ് ഉപയോഗിക്കുന്നത്. സർവീസ് റോഡിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കുക, റോഡ് മാക്സിമം ഒഴിവാക്കുക. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അതിലൂടെ നടക്കാൻ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും അത് സെലക്ട് ചെയ്യാൻ പറയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ.